ഹലോ, വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാം 2021 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് SI തസ്തികകളിലൊക്കെ നടന്ന ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആരാണെന്ന്? ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ഇൽത്തുമിഷ്, ഷെർഷാ, അക്ബർ, ഔറംഗസേബ്. ഇതിലാരാണ് ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ അക്ബറാണ് കേട്ടോ. അക്ബറാണ് ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത്. അക്ബർ ദഹ്സല എന്ന ഭൂമി നികുതി സമ്പ്രദായം സ്ഥാപിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1580 കേട്ടോ. ഏത് വർഷമാണ് ദഹ്സല സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് AD 1580 ദഹ്സല എന്ന റവന്യൂ സംവിധാനം സ്ഥാപിച്ചത്. സാപ്തി സമ്പ്രദായം എന്നും അറിയപ്പെടുന്നത് ഈ ദഹ്സലയാണ് കേട്ടോ. സാപ്തി സമ്പ്രദായം എന്നറിയപ്പെടുന്നതും ഈ ദഹ്സലയാണ്. സാപ്തി സമ്പ്രദായത്തിന് രൂപം നൽകിയ അക്ബറിൻ്റെ ധനകാര്യ മന്ത്രി ചോദിച്ചാൽ അത് രാജ തോഡർമാലാണ്. രാജ തോഡർമാലാണ് ഈ സാപ്തി സമ്പ്രദായം അല്ലെങ്കിൽ ദഹ്സലയ്ക്ക് രൂപം നൽകിയത്. കഴിഞ്ഞ 10 വർഷത്തെ കൃഷിഭൂമിയിലെ ഉൽപ്പാദനവും വില നിലവാരവും കണക്കിലെടുത്ത് അതിൻ്റെ 1/3 സർക്കാർ പിരിച്ചെടുക്കുന്ന സമ്പ്രദായത്തിനാണ് നമ്മൾ സാപ്തി സമ്പ്രദായം അല്ലെങ്കിൽ ദഹ്സല സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കൃഷിഭൂമിയിൽ ഉൽപ്പാദനവും വില നിലവാരവും കണക്കിലെടുത്തിട്ട് അതിൻ്റെ 1/3 സർക്കാർ പിടിച്ചെടുക്കുന്ന സംവിധാനമാണ് സാപ്തി സമ്പ്രദായം. അക്ബറുടെ സൈനിക സമ്പ്രദായത്തെ വിളിക്കുന്നതാണ് മാൻ സബ്ദാരി. അക്ബറിൻ്റെ സൈനിക സമ്പ്രദായം അല്ലെങ്കിൽ മിലിറ്ററി സമ്പ്രദായം എന്ന് ആലോചിച്ചത്. മിലിറ്ററിൻ്റെ എടുത്തതിന് നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? മാൻ സബ്ദാരി എന്ന രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഇനി ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് അക്ബർ തന്നെയാണ് കേട്ടോ. ജസിയ എന്ന മതനികുതി സമ്പ്രദായം നിർത്തലാക്കിയ മുഗൾ രാജാവാണ് അക്ബർ. ജസിയ നടപ്പിലാക്കിയ ഭരണാധികാരി ചോദിച്ചാൽ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അപ്പോൾ ജസിയ എന്നത് നടപ്പിലാക്കിയത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അത് നിർത്തലാക്കിയത് നമ്മുടെ അക്ബറാണ്. ഇനി ഏത് കാലത്തായിരുന്നു ഈ ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം ഏത് കാലത്താണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ 1580. സാപ്തി സമ്പ്രദായം എന്നറിയപ്പെടുന്നതും ദഹ്സലയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ദഹ്സല നടപ്പിലാക്കിയ നമ്മുടെ അക്ബറിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് രാജ തോഡർമൽ കേട്ടോ. രാജ തോഡർമലാണ്. ഇനി അക്ബറിൻ്റെ സൈനിക സമ്പ്രദായത്തെ നമ്മൾ എന്താണ് വിളിച്ചത്? അതാണ് മാൻ സബ്ദാരി കേട്ടോ. മാൻ സബ്ദാരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത് ഏതാണെന്ന്? ഓപ്ഷൻ എ ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ഐക്യരാഷ്ട്രസഭ. റഷ്യ വിപ്ലവം, ഐക്യരാഷ്ട്രസഭ, ജർമ്മനിയിലെ കലാപം. ഹാബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ തകർച്ച, റഷ്യ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്. ജർമ്മനിയിലെ കലാപം, ഹാബ്സ്ബർഗിൻ്റെ തകർച്ച, ഐക്യരാഷ്ട്രസഭ. അപ്പോൾ ഇതിലേതാണ് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ട് ശരിയായി പ്രതിനിധീകരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്. അതായത് ഹാബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്. അതായത് 1-ാം ലോക മഹായുദ്ധ സമയത്ത് നടന്നിട്ടുള്ള 3 കാര്യങ്ങളാണിത്. ഹാബ്സ്ബർഗ് സാമ്രാജ്യത്തിന് തകർച്ചയുണ്ടായി, റഷ്യൻ വിപ്ലവം 1917 നടന്നു, ലീഗ് ഓഫ് നേഷൻസ് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ട് ലീഗ് ഓഫ് നേഷൻസ് 1920 ഫോം ചെയ്തു. ഓസ്ട്രിയ ഹംഗറിയിലെ വളരെ വർഷക്കാലം നീണ്ടു നിന്നിരുന്ന രാജവംശത്തിൻ്റെ പേരാണ് ഏത്? ഹാബ്സ്ബർഗ് കേട്ടോ. ഹാബ്സ്ബർഗ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ രാജവംശം എന്ന് ചോദിച്ചാൽ ഓസ്ട്രിയ ഹംഗറിയുടെയാണ്. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ബർഗർ കഴിക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഓസ്ട്രിയ ഹംഗറിയിൽ നീണ്ടു നിന്നിരുന്ന രാജവംശമാണ് ഈ ഹാബ്സ്ബർഗ് കേട്ടോ. അതിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തകർച്ച 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ആ ഒരു സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുണ്ടായി കേട്ടോ. ഓസ്ട്രിയ ഹംഗറിയിലെ ഹാബ്സ്ബർഗ്. അതേപോലെ വേറെ കുറച്ച് സാമ്രാജ്യത്തിൻ്റെ രാജവംശത്തിന് തകർച്ച ഉണ്ടായിട്ടുണ്ട്. അതാണ് ജർമ്മനിയിലെ ഹോഹൻസോളൻ. അപ്പോൾ ഹോഹൻസോളൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ രാജവംശം എന്ന് ചോദിച്ചാൽ ജർമ്മനിയിലെയാണ് ഹോഹൻസോളൻ. സ്പെയിനിൽ പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രിയ ഹംഗറിയിലെ ഹാബ്സ്ബർഗ്. സ്പെയിനിലെ രാജവംശം പറഞ്ഞിട്ടില്ല, പക്ഷേ അവിടെയും തകർച്ചയുണ്ടായി. അതുകൂടാതെ നമ്മളിപ്പോൾ പഠിച്ച ഹാബ്സ്ബർഗ് ആണെങ്കിൽ ഓസ്ട്രിയ ഹംഗറിയാണ്. ഇനി റോമനോവ് ഭരണം, അത് ഏത് രാജ്യത്തിൻ്റെയാണ്? റോമനോവ് എന്ന് പറഞ്ഞത് റഷ്യൻ വിപ്ലവമായിട്ട് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ റഷ്യയിലെ റോമനോവ് സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു റിസൾട്ടായിട്ട് പറയുന്നതാണ് റോമനോവ്.
പിന്നീട് നമ്മുടെ തുർക്കിയിലെ ഖലീഫ ഭരണം അവസാനിച്ച് മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ എന്ത് ഭരണം നിലവിൽ വന്നു? റിപ്പബ്ലിക്കൻ ഭരണം നിലവിൽ വന്നു. അപ്പം തുർക്കിയിലെ ഖലീഫ ഭരണത്തിന് അവസാനിച്ചു. നമ്മുടെ മുസ്തഫ കമൽ പാഷ, അങ്ങേരെ ഈ മുസ്തഫ കമൽ പാഷയുടെ വേറൊരു പേരാണ് കെമാൽ അത്താതുർക്ക് കേട്ടോ. കെമാൽ അത്താതുർക്ക് എന്ന് പറഞ്ഞാലും മുസ്തഫ കമാൽ പാഷ എന്ന് പറഞ്ഞാലും ഒരാൾ തന്നെയാണ്. അയാളുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം തുർക്കിയിൽ സ്ഥാപിച്ചു. ഇനി ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് 1920 ഖിലാഫത്ത് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റിസൾട്ടായിട്ടാണ് തുർക്കിയിലെ ഖലീഫ ഭരണം അവസാനിച്ചിട്ട് നമ്മുടെ മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം വന്നത്. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായിട്ട് അമേരിക്ക ഉയർന്നു വന്നു. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായിട്ട് ആര് വന്നു? അമേരിക്ക ഉയർന്നു വന്നു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വതന്ത്ര സമരങ്ങൾ ശക്തിപ്പെട്ടു. ലോക സമാധാന സംരക്ഷണത്തിനായിട്ട് സർവ്വരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ നമ്മുടെ ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന 1920 രൂപവും കൊണ്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റിസൾട്ടായിട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ ആ സാമ്രാജ്യങ്ങളും നമ്മുടെ രാജവംശവും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രീസും ഓർത്ത് വെച്ചാൽ മതി. ഹോഹൻസോൾൺ ആണെങ്കിൽ എവിടത്തെയാണ്? ജർമ്മനിയിലെയാണ്. ഇനി ഹാബ്സ്ബർഗ് ആണെങ്കിൽ ഓസ്ട്രിയ ഹംഗറിയുടെയാണ്. റോമനോവ് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെയാണ്. പിന്നെ വേറൊരു സുപ്രധാന സംഭവമാണ് നമ്മുടെ തുർക്കിയിലെ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത്. പിന്നെ അമേരിക്ക ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു വരികയും യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം അവസാനിക്കുകയും ചെയ്തു. പിന്നെ റഷ്യൻ വിപ്ലവം 1917 സ്റ്റാർട്ടായി. ലീഗ് ഓഫ് നേഷൻസ് ഇതിൻ്റെ ഫലമായിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് ലീഗ് ഓഫ് നേഷൻസ് വരികയും ചെയ്തു. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ഓസ്ട്രിയ സെർബിയ ആക്രമിച്ച തീയതി എന്നാണെന്ന്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ഇമീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രിയ സെർബിയനെ ആക്രമിച്ചാണ്. ഓസ്ട്രിയ സെർബിയനെ ആക്രമിച്ചാണ്. അത് ഏത് ഒരു ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. അതാണ് എപ്പം? 1914 ജൂലൈ 28 കേട്ടോ. 1914 ജൂലൈ 28 ഓസ്ട്രിയ സെർബിയനെ ആക്രമിച്ചത്. 1914 ജൂലൈ 28 ഓസ്ട്രിയ സെർബിയനെ ആക്രമിച്ചത്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിലെ 2 പ്രധാന സൈനിക കക്ഷികളുണ്ടായിരുന്നു. ആരൊക്കെയാണ് 2 പ്രധാന സൈനിക കക്ഷികൾ ഫസ്റ്റ് വേൾഡ് വാറിൽ? അതാണ് ത്രികക്ഷി സഖ്യവും ഉണ്ട്, ത്രികക്ഷി സൗഹാർദ്ദവും ഉണ്ട്. ഇതിൽ ത്രികക്ഷി സഖ്യത്തിൻ്റെ കേസിൽ ഏതൊക്കെ രാഷ്ട്രങ്ങളാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓസ്ട്രിയ ഹംഗറി വരും, പിന്നെ ഇറ്റലി വരും, ജർമ്മനി വരും. ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി വരും, ജർമ്മനി വരും. ത്രികക്ഷി സൗഹാർദ്ദത്തിലാണ് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും വരുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലോറിനും ഫോസ്ജീനും ആണ് കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസവസ്തുക്കളാണ് ക്ലോറിനും ഫോസ്ജീനും. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണമായിട്ട് ജർമ്മനിയും ഫ്രാൻസും ഒരു യുദ്ധം നടന്നിരുന്നു. അതാണ് വെർഡൻ യുദ്ധം കേട്ടോ. വെർഡൻ യുദ്ധം എന്ന് പറയുന്നത് ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ 1916 നടന്ന യുദ്ധമാണ് കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധം ചോദിച്ചത് വെർഡൻ യുദ്ധമാണ് 1916. ഒന്നാം ലോക മഹായുദ്ധാനന്തരം അധികാരം നഷ്ടപ്പെട്ട രാജവംശങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അത് ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച് സമ്മേളനം ചോദിക്കും. അവസാനം കുറിച്ച് സമ്മേളനമാണ് ഇത് പാരീസ് സമ്മേളനമാണ് കേട്ടോ. പാരീസ് സമ്മേളനമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച് സമ്മേളനം ചോദിച്ചാൽ അത് പാരീസ് സമ്മേളനമാണ്. പാരീസ് സമ്മേളനം ഏത് വർഷമാണ് സൈൻ ചെയ്താൽ? പാരീസ് സമ്മേളനം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1919 ജനുവരിയിലായിരുന്നു കേട്ടോ. പാരീസ് സമ്മേളനം 1919 ജനുവരിയിലായിരുന്നു. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ട് ജർമ്മനിയും ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച് സന്ധി ചോദിച്ചാലോ? അത് 1919 ജൂൺ 28 സൈൻ ചെയ്ത നമ്മുടെ വെർസായ് സന്ധിയാണ്. ഈ വെർസായ് സന്ധിനെ വിളിക്കുന്ന വേറെ പേരും കൂടെയാണ് പാരീസ് സമാധാന സന്ധി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. പ്രസ്താവന 2, സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഇതിൽ ഓപ്ഷൻ പ്രസ്താവന 1ഉം പ്രസ്താവന 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ദേശീയ പരമാധികാരം എന്ന അവകാശമാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. അതുപോലെ സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 നമ്മുടെ ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. 2ഉം ശരിയാണ്. ഇനി നമ്മുടെ ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം ഏതായിരുന്നു? ഫ്രാൻസിലെ രാജവംശം ഏതായിരുന്നു? അല്ലെങ്കിൽ നമ്മുടെ ഈ റവല്യൂഷൻ ടൈമിൽ ഏത് രാജവംശമായിരുന്നു ചോദിച്ചാൽ ആരാണത്?
ബൂർബൻ രാജവംശമായിരുന്നു നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന ടൈമിലെ രാജവംശം. ഇനി നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന ടൈമിൽ ഫ്രാൻസിൻ്റെ ചക്രവർത്തി ആരായിരുന്നു? അതാണ് ലൂയി 16. ലൂയി 16 ഫ്രഞ്ചിൽ നമ്മുടെ റവല്യൂഷൻ നടക്കുന്ന ടൈമിലെ ചക്രവർത്തി. ഇനി ഫ്രഞ്ച് സമൂഹത്തെ തരം തിരിച്ചിരുന്ന പല തട്ടുകൾ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? അതാണ് എസ്റ്റേറ്റുകൾ, അല്ലെങ്കിൽ എസ്റ്റേറ്റ് ജനറൽസ് എന്നൊക്കെ അറിയപ്പെട്ടത് പല തട്ടുകളെയാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അറിയപ്പെടുന്നതാണ് ഏത്? ഗില്ലറ്റിൻ. നമ്മുടെ റെയിൻ ഓഫ് ടെറർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് റെയിൻ ഓഫ് ടെറർ. എങ്ങനെ ചോദിക്കുക? റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ. അപ്പോൾ അത് ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ റോബേസ്പിയർ ഒക്കെ ആൾക്കാരെ വധിച്ചിരുന്ന ഉപകരണമാണ് നമ്മുടെ ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഇനി ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ച കാലം എന്നറിയപ്പെടുന്ന റോബേസ്പിയറുടെ ഭരണകാലമാണ്. ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്തമായ നോവലാണ് ഏത്? എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഇത് തിരിച്ചു ചോദിക്കാം. എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്നത് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് എഴുതിയതാരാണെന്ന് ചോദിക്കാം. അതാണ് ആര്? ചാൾസ് ഡിക്കൻസ് കേട്ടോ. അപ്പോൾ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ആണെങ്കിൽ ചാൾസ് ഡിക്കൻസ് എഴുതിയതാണ്, ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് എന്താണെന്ന്? 1871 അതാണ് പാരീസ് കമ്മ്യൂൺ കേട്ടോ. 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂണാണ് കേട്ടോ. പാരീസ് കമ്മ്യൂണാണ്. ഈ 1971 അല്ലേ, നമ്മുടെ പ്രതികരണ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഫ്രാൻസ് ജർമ്മനിക്കെതിരെ കൊണ്ടുവന്നൊരു പ്രതികരണ പ്രസ്ഥാനം. പ്രതികരണ പ്രസ്ഥാനമല്ല, പ്രതിരോധ പ്രസ്ഥാനം അല്ലേ. പ്രതിരോധ പ്രസ്ഥാനം 1871 എൻ്റെ ഒരു ഓർമ്മ. അതല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. 1871 നമ്മുടെ ഫ്രാൻസിൻ്റെ സ്ഥലങ്ങളായ ലൊസൈനും മൊറൈനും അത് തന്നെയാന്ന് തോന്നുന്നു. ലൊസൈനും മൊറൈനൊക്കെ ജർമ്മൻ കൈയടക്കി വെച്ചതിനെതിരെ ഫ്രാൻസ് കൊണ്ടുവന്നതല്ലേ പ്രതിരോധ പ്രസ്ഥാനം. 1871 എൻ്റെ ഒരു നിഗമനം. അതല്ലെങ്കിൽ കമൻറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് അതുപോലെ തന്നെ 1871 ഒരു കാര്യമാണ് ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂൺ എന്നാണ് കേട്ടോ. പാരീസ് കമ്മ്യൂൺ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക. അത് അമേരിക്കൻ വിപ്ലവമാണോ, ഫ്രഞ്ച് വിപ്ലവമാണോ, റഷ്യൻ വിപ്ലവമാണോ? മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒന്നുമല്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? അത് റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായിട്ട് പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്നത്. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടം തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മാക്സിം ഗോർക്കിയാണ് അല്ലേ. മാക്സിം ഗോർക്കിയാണ്. അത് റഷ്യൻ സാഹിത്യകാരനാണ് കേട്ടോ. മാക്സിം ഗോർക്കി ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് റഷ്യൻ സാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി. ഇനി ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ചോദിച്ചാലോ? രാജ്യത്ത് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് നമ്മുടെ റഷ്യൻ വിപ്ലവം. റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സ്ലാവുകൾ കേട്ടോ. അപ്പോൾ റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെട്ട പേരാണ് എന്ത്? സ്ലാവുകൾ. നമ്മൾ പാൻ സ്ലാവ് പ്രസ്ഥാനമൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിൽ സ്ലാവുകൾ എന്നറിയപ്പെടുന്നത് റഷ്യയിലെ ആദിമ നിവാസികളാണ്. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ രൂപം കൊണ്ട പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ്. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകൃതമായ ഒരു വർഷമുണ്ട്. അതാണ് എന്ന്. ഓക്കെ, അപ്പോൾ ആ പാർട്ടി വന്നത് 1898 കേട്ടോ. നമ്മുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി കൊണ്ടുവന്ന നമ്മുടെ സ്ഥാപക നേതാവ് ചോദിച്ചാലോ? അത് ലെനിനാണ്. സ്ഥാപക നേതാവാണെങ്കിൽ ലെനിനാണ്. വന്ന വർഷം 1898. ഇനി ഇതാണ് നമ്മുടെ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നതാണ് പിന്നീട് എന്താക്കി മാറിയത്? മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും എന്നാക്കി മാറിയത്. ഇനി ഈ രണ്ട് പാർട്ടികളിൽ ഏതാണ് നമ്മുടെ ന്യൂനപക്ഷം എന്ന് ചോദിച്ചാൽ അത് മെൻഷെവിക്കും, ഏതാണ് ഭൂരിപക്ഷം എന്ന് ചോദിച്ചാൽ അത് ബോൾഷെവിക്കുകളുമാണ്. ഇനി കലാപത്തെ തുടർന്ന്
തുടർന്ന് റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾ ലഭിച്ച സംഭവം അറിയപ്പെടുന്ന എന്താണെന്ന്. അതായത് 2 വിപ്ലവങ്ങളും ഉണ്ടല്ലോ, ഒക്ടോബർ വിപ്ലവവും ഫെബ്രുവരി വിപ്ലവവും. അതിൽ ബോൾഷെവിക്കുകൾക്ക് കലാപത്തെ തുടർന്ന് അധികാരം ലഭിച്ച വിപ്ലവമാണ് ഇത്, ഒക്ടോബർ വിപ്ലവമാണ് കേട്ടോ. നമ്മുടെ കെറൻസ്കീൻ്റെ നേതൃത്വത്തിൽ വന്നതാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മെൻഷെവിക്കുകൾ. അതിനുശേഷം അധികാരം അവരുടെ നഷ്ടപ്പെട്ടിട്ട് ലെനിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒക്ടോബർ വിപ്ലവത്തിലൂടെ ബോൾഷെവിക്കുകൾ അധികാരത്തിലെത്തുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറാനിടയായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റിസൾട്ടായിട്ടാണ് റഷ്യൻ വിപ്ലവം ഉണ്ടായത്. അപ്പോൾ റഷ്യൻ വിപ്ലവമാണ് ഇവർ ഈ വേൾഡ് വാറിൽ നിന്നും മാറാൻ കാരണമായത്. കാരണം റഷ്യയിൽ ഫുൾ സാമ്പത്തികമായിട്ട് അവർ താഴേക്ക് പോയി. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് റഷ്യൻ വിപ്ലവം കൊണ്ടുവന്നതും അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് പിന്മാറിയതും. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നൊരു വർഷമുണ്ട്. അതെന്താണ് റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം? അത് 1924 കേട്ടോ. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന എന്നാന്ന് ചോദിച്ചാൽ 1924. ഈ 1924 വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ്? നമ്മുടെ ലെനിൻ മരിച്ച വർഷം ചോദിച്ചാൽ 1924 കേട്ടോ. ലെനിൻ മരിച്ച വർഷവും 1924. അതുപോലെ അന്ന് തന്നെയാണ് റഷ്യയിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഓക്കെ, 1924 ജനുവരി 21 ലെനിൻ മരിച്ചത് കേട്ടോ. ഇനി നമ്മുടെ റഷ്യ ജപ്പാൻ തമ്മിലൊരു യുദ്ധം ഉണ്ടായി. അതിനാണ് അത് എന്നാന്ന് ചോദിച്ചാൽ 1905 കേട്ടോ. 1905. ഇനിയും അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ഡേ പറയുമല്ലോ നമ്മൾ, എന്താണ് നമ്മുടെ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ബ്ലഡി സൺഡേ 1905 ഏത് ദിവസമാണ് ബ്ലഡി സൺഡേ ഉണ്ടായത്? ജനുവരി 9 അല്ലേ? ജനുവരി 9, 1905 ജനുവരി 9 ബ്ലഡി സൺഡേ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അതും എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിക്കുക. അത് നമ്മുടെ റഷ്യൻ വിപ്ലവമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വികസന തന്ത്രത്തിൻ്റെ 3 തൂണുകൾ ഏവാണ്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വികസന തന്ത്രത്തിൻ്റെ 3 തൂണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിവേഗ വ്യവസായ, കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു സ്വകാര്യ മേഖല, ഒരു സമ്മിശ്ര വ്യവസ്ഥ. ഇതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി അതിവേഗ വ്യവസായ, കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ മറ്റടുത്ത സ്വകാര്യ മേഖല, ഇതിൽ പൊതുമേഖലയായി. അടുത്ത അതിവേഗ വ്യവസായ, കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കുള്ളൊരു സ്വകാര്യ മേഖല, ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അതിവേഗ വ്യവസായം, കാർഷിക മേഖലയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങളിലൊരു സ്വകാര്യ മേഖല, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ. ഇതിലേതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ തന്ത്രപരമായിട്ടുള്ള 3 തൂണുകൾ? ഓക്കെ, ഇത് ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ സോഷ്യലിസം എന്ന് കാണുമ്പം അല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട്. കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോയി. സോഷ്യലിസം എന്ന് പറയുന്ന ആശയം ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു നടപ്പിലാക്കി 1955 ആവടി സെഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സോഷ്യലിസം കൊണ്ടുവന്നില്ലേ? സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഇതായിരുന്നു. നമ്മുടെ 7ാം പഞ്ചവത്സര പദ്ധതി വരെ നടപ്പിലാക്കിയതായിരുന്നു ഈ സോഷ്യലിസം. അപ്പം അതുമായിട്ടൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്കിത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണെന്നുള്ള ഓപ്ഷനിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അതായത് അതിവേഗ വ്യവസായമുണ്ട്, കാർഷിക വളർച്ചയുടെ ആസൂത്രണമുണ്ട്, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖലയാണ്, അതുപോലെ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ വികസന തന്ത്രത്തിൻ്റെ 3 തൂണുകൾ കേട്ടോ. അപ്പം അതിവേഗ വ്യവസായം, കാർഷിക വളർച്ചയുടെ ആസൂത്രണമുണ്ട്, തന്ത്രപരമായ വ്യവസായങ്ങൾക്ക് ഒരു പൊതുമേഖലയുണ്ട്, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട്. അപ്പോൾ ശരിക്കും 4 ആയില്ലേ അല്ലേ? ഇതിൽ 3 തൂണുകൾ ചോദിച്ചിട്ട് 4 പറയുന്നുണ്ട്. പിന്നെ ഒരു തിരുത്തുണ്ട്. നമ്മുടെ 6th 5-year പ്ലാനിനോട് കൂടിയിട്ടാണ് നെഹ്റുവിൻ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നമ്മൾ എന്താ പറയുക അതുവരെ, അതായത് 6th 5-year പ്ലാൻ വരെ നെഹ്റുവിൻ്റെ സോഷ്യലിസത്തിൽ അടിസ്ഥാനമായിട്ടായിരുന്നു 5-year പ്ലാൻ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ ഒരു നെഹ്റുവിൻ സോഷ്യലിസത്തിന് ഒരു അന്ത്യം കുറിച്ച 5-year പ്ലാൻ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അത് 6th ആണ് കേട്ടോ. 6th 5-year പ്ലാൻ വരെയായിരുന്നു നെഹ്റുവിൻ സോഷ്യലിസം. അതുപോലെ സോഷ്യലിസത്തിൽ അടിസ്ഥാനമായി ഏത് 5-year പ്ലാനാണ് രൂപം കൊണ്ടുവന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മുടെ 2nd 5-year പ്ലാനാണ്. കാരണം നമുക്കറിയാം 1955 ആവടി സെഷനിലാണ് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ കൊണ്ടുവരുന്നത്. 2nd 5-year പ്ലാൻ ഏത് വർഷം? 1956. അപ്പോൾ അതിനുശേഷം വന്ന 5-year പ്ലാനിലാണ് അവർ ആ ഒരു തീം അല്ലെങ്കിൽ ആ ഒരു തീം അടിസ്ഥാനമാക്കിയിട്ട് 5-year പ്ലാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു പൊതുമേഖല, വ്യവസായങ്ങൾക്ക് ഒരു തന്ത്രപരമായ വ്യവസായങ്ങൾക്ക് ഒരു പൊതുമേഖല എന്നും ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയുമാണ് ആ തൂണുകൾ നിൽക്കുന്നത് ആലോചിച്ച് വെക്കുക.
കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും പരാജയപ്പെടും എന്ന് പറഞ്ഞത് ആരാണെന്ന്? കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും പരാജയപ്പെടും എന്ന് പറഞ്ഞ ആളാണ് ആര്? സർദാർ അല്ല, നമ്മുടെ ജവഹർലാൽ നെഹ്റു കേട്ടോ. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും പരാജയപ്പെടും. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു കാര്യം ഉണ്ടല്ലോ, എന്താണ്, എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞതാണ് ആര്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച ആരെന്ന് ചോദിച്ചാൽ അതും ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നതോ അതും നെഹ്റുവാണ്. ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞതും നെഹ്റുവാണ് കേട്ടോ. ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അതും ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഡ്വിൻ 11 മണിക്കൂറിലൊരു യാത്ര പൂർത്തിയാക്കുന്നു. തൻ്റെ യാത്രയുടെ ആദ്യ പകുതി 20 km/മണിക്കൂറിലും രണ്ടാം പകുതി 24 km/മണിക്കൂറിലുമാണ് യാത്ര ചെയ്തതെങ്കിൽ എഡ്വിൻ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ കണ്ടെത്തുക. ഇത് മാത്സ് ആണോ? യെസ്. ഇനി അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ മാത്സിൻ്റെ ഉണ്ട് കേട്ടോ. അതെന്ത് നടുക്ക് കുറച്ച് ഇല്ലായ്മ അങ്ങനെയൊക്കെ. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻ വായിച്ചതല്ലേ, ഇതങ്ങ് ചെയ്തേക്കാം. ഇത് ചെയ്തിട്ട് നമ്മൾ മാത്സ് ലാസ്റ്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് ഇതങ്ങ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യ പകുതി 20 പറയുന്നുണ്ട്, രണ്ടാം പകുതി 24 പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ആ ഒരു ആവറേജ് സ്പീഡ് എടുക്കുക. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2ab/a+b ആണ്. എ എന്ന് പറയുന്നത് ഒരു സ്പീഡ്, അടുത്ത b എന്ന് പറയുന്നത് അടുത്ത സ്പീഡാണ്. അപ്പോൾ 2 × 20 × 24/20 + 24 എടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 20 × 24 × 2/44 എന്ന് കിട്ടും അല്ലേ. ഇനി ഇതിനെ കട്ട് ചെയ്ത് നോക്ക്. 22 വരും. കട്ട് ചെയ്യുമ്പോൾ 22 വരും. ഇനി നമ്മളിത് ഫുൾ കട്ട് ചെയ്തിട്ടൊന്നും ഇരിക്കേണ്ട കേട്ടോ, കാരണം ഇത് നമ്മുടെ ആവറേജ് സ്പീഡാണ്. ഈ ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈമാണ് എന്ത്? ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ടൈം തന്നിട്ടുണ്ട്, എത്രയാണ്? 11 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 11 × 2 ടൈംസ് ആണ് 22. ഇനി ഈ 2ഉം ഇതോടെ കട്ട് ചെയ്യുമ്പോൾ 12 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 × 20 എന്ത് കിട്ടും? 240 km എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 240 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് മാത്സ് ചെയ്യാം കേട്ടോ, അവസാനം ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് FRBMA 2003 ബന്ധപ്പെട്ട താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധനക്കമ്മി GDPയുടെ 5% കുറയ്ക്കണം. റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വരണം. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അതായത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കണം, അതിൻ്റെ ഒരു ഫീച്ചറായിരുന്നു, അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ലക്ഷ്യങ്ങളുടെ അണ്ടറിൽ വരുന്നതാണ്. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വരുത്തണം. ഇനി ഇതിൽ തെറ്റായിട്ടുള്ളത്, ഇതിൻ്റെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഇതിന് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വായിക്കാം. ധനക്കമ്മി GDPയുടെ 3% അല്ലെങ്കിൽ 3% താഴെയാക്കി നിലനിർത്തണമെന്നായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ധനക്കമ്മി എന്താണ്? GDPയുടെ 3% താഴെ, GDPയുടെ 3% താഴെയാക്കി നിലനിർത്താനായിരുന്നു. ഓരോ വർഷവും ധനക്കമ്മിയും റവന്യൂ കമ്മിയും യഥാക്രമം GDPയുടെ 0.3%, 0.5% വീതം കുറച്ചു കൊണ്ടുവരണം. ഓരോ വർഷം ധനക്കമ്മിയാണെങ്കിൽ GDPയുടെ 0.3% കുറയ്ക്കണം, റവന്യൂ കമ്മിയാണെങ്കിൽ 0.5% കുറയ്ക്കണം. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് കൃത്യമായിട്ടും പഠിക്കണം. ധനക്കമ്മി GDPൻ്റെ എത്രയാണ്? 0.3. ധനക്കമ്മി GDPൻ്റെ 3% താഴെയാക്കി നിലനിർത്തണം. അതുപോലെ ഓരോ വർഷവും ധനക്കമ്മിയാണെങ്കിൽ GDPൻ്റെ 0.3 കുറച്ചുകൊണ്ട് വരണം, റവന്യൂ കമ്മിയാണെങ്കിൽ 0.5% കുറച്ചുകൊണ്ട് വരണം എന്നാണ് കണക്ക്. ദേശസുരക്ഷ, ദേശീയ ദുരന്തങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അസാധാരണമായി കരുതുന്ന മറ്റ് സന്ദർഭങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ബഡ്ജറ്റ് കമ്മി നിശ്ചിത ലക്ഷ്യത്തേക്കാൾ വർദ്ധിക്കാവുന്നതാണ്. നമുക്കറിയാമല്ലോ, ബഡ്ജറ്റ് കമ്മി എന്ന് പറഞ്ഞത് എന്താണ്? ശരിക്കും ചെലവ് മൈനസ് റവന്യൂ ആണ്. അതായത് സർക്കാരിന് ചിലവ് കൂടുമ്പോഴാണ് നമുക്ക് ബഡ്ജറ്റ് കമ്മി ഉണ്ടാകുന്നത്. അപ്പം നമുക്കൊരു അപ്രതീക്ഷിതമായിട്ടൊരു എമർജൻസി പോലുള്ള ദേശീയ സുരക്ഷ,
അല്ലെങ്കിൽ ദേശീയ ദുരന്തങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അസാധാരണമായ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിലവ് കൂടും. അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിലാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ കമ്മി ലക്ഷ്യത്തിനെക്കാട്ടിലും കൂടാം എന്നാണ് അവർ പറയുന്നത്. ചെലവ് താൽക്കാലികമായി വരവിനേക്കാൾ കൂടുതലാവുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഭാരതീയ റിസർവ് ബാങ്കിൽ നിന്നും പണം മുൻകൂറായി കൈപ്പറ്റാമെന്നല്ലാതെ വായ്പകൾ വാങ്ങരുത്. ഇതോടെ നോക്കിക്കോ, ചെലവ് താൽക്കാലികമായിട്ട് വരവിനേക്കാൾ കൂടുതലാവുന്ന സന്ദർഭങ്ങൾ എന്ത് ചെയ്യാം? കേന്ദ്ര സർക്കാരിന് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നും പണം മുൻകൂറായി കൈപ്പറ്റാം, പക്ഷെ അതല്ലാതെ വായ്പകൾ വാങ്ങാൻ പാടില്ലെന്ന് കേട്ടോ. മുൻകൂറായിട്ട് അവർക്ക് കൈപ്പറ്റാൻ പറ്റും പണം, പക്ഷേ വായ്പകൾ RBI നിന്ന് വാങ്ങാൻ പാടില്ല. 2006-07 മുതൽ കേന്ദ്ര ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ ആദ്യ വിൽപ്പന വരിക്കാരാവരുത്. 2006-07 മുതൽ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യരുത്? സെക്യൂരിറ്റികളുടെ ആദ്യ വിൽപ്പന വരിക്കാരാവരുത്. ധനകാര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തണം. ബഡ്ജറ്റിലെ വരവും കണക്കുകളുമായി ബന്ധപ്പെട്ട പാദവാർഷിക അവലോകനം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഉള്ളത്. എനിക്കൊന്നും ഇത് വേറൊരു ക്വസ്റ്റ്യനിലും കൂടെ ചോദിച്ചിട്ടുണ്ടായോ, വേറൊരു പരീക്ഷയിലൂടെ ഇത് ചോദിച്ചിട്ടുണ്ടായോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഇത് പഠിച്ചേക്കാം. ധനക്കമ്മി GDPയുടെ 5% കുറയ്ക്കാനല്ല 3% കുറയ്ക്കാനാണ് പറയുന്നത്. പിന്നെ ഓരോ വർഷവും ധനക്കമ്മി GDPൻ്റെ 0.3% വീതം കുറച്ചുകൊണ്ട് വരണം. റവന്യൂ കമ്മിയാണെങ്കിൽ 0.5 വീതം കുറച്ചുകൊണ്ട് വരണം. അതുപോലെ റവന്യൂ കമ്മി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. അതേപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വരുത്തണം. പിന്നെ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് സെക്യൂരിറ്റികളുടെ ആദ്യ വിൽപ്പനക്കാരാവാൻ പാടില്ല. പിന്നെ നമുക്ക് അപ്രതീക്ഷിതമായ എന്തെങ്കിലുമൊക്കെ എമർജൻസി ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മി എന്ത് ചെയ്യാം? ധനക്കമ്മി നമ്മുടെ ലക്ഷ്യത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് കൂടിയെന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ചിലവ് താൽക്കാലികം നമ്മൾക്ക് കൂടുതൽ ചിലവ് കഴിഞ്ഞാൽ RBIൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പണം മുൻകൂറായി കൈപ്പറ്റാൻ പറ്റും, പക്ഷേ എന്ത് ചെയ്യരുത്? വായ്പ വാങ്ങരുതെന്നും പറയുന്നുണ്ട്. അതുപോലെ ബഡ്ജറ്റിൻ്റെ വരവും കണക്കുകളും ബന്ധപ്പെട്ട പാദവാർഷിക അവലോകനം എന്ത് ചെയ്യണം? പാർലമെൻറ്റിലെ ഇരുസഭകളിലും അവതരിപ്പിക്കണം എന്നും ഇവർ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചുകൊണ്ട് പോയാൽ മതി. ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഇട്ട് തരത്തതേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് പോവാം. താഴെ പറയുന്ന ഡേറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കണക്കാക്കാനാണ് പറയുന്നത്. NNPയുടെ വിപണി വില വിപണി വില എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ₹5000 കോടി എന്ന് പറയുന്നുണ്ട്. പരോക്ഷ നികുതി ₹400 കോടി, സബ്സിഡി ആണെങ്കിൽ 200 കോടി. അപ്പോൾ ഈ 3 ടേംസ് വെച്ചിട്ട് നമ്മൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. NNP അറ്റ് മാർക്കറ്റ് കോസ്റ്റ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് സബ്സിഡി മൈനസ് നമ്മുടെ പരോക്ഷ നികുതി കേട്ടോ. പരോക്ഷ നികുതി ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ NNPയിൽ നിന്നും സബ്സിഡിയും അതുപോലെ പരോക്ഷ നികുതികളൊക്കെ കുറയ്ക്കാം. അതായത് ഈ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉദ്ദേശിച്ചാൽ മതി. നമ്മുടെ മാർക്കറ്റിലെത്തുന്ന സാധനത്തിന് നമ്മൾ എന്തൊക്കെ ചുമത്തിയിട്ടുണ്ടാവും? അതിനകത്തിൽ സബ്സിഡികളുണ്ടാവും. സബ്സിഡികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കുറച്ചിട്ടായിരിക്കും മാർക്കറ്റിൽ ഉൽപ്പന്നം എത്തുന്നത്, നമുക്ക് വിൽക്കാൻ കിട്ടുന്നത്. അതിൽ സബ്സിഡി, ഡിസ്കൗണ്ട്, നികുതി ഉണ്ടെങ്കിൽ നികുതി ഉൾപ്പെടുത്തി എല്ലാം നികുതി ഉൾപ്പെടുത്തും, സബ്സിഡികൾ കുറയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കൗണ്ട് കുറച്ച് അവസാനം നമുക്ക് കിട്ടുന്നതാണ് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ പക്ഷേ ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. നമ്മുടെ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ, ആ ഉണ്ടാക്കുന്ന വസ്തുവിൽ നമ്മൾ നികുതി ടാക്സ് ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ സബ്സിഡി വെക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അത് പിന്നെ മാർക്കറ്റിൽ എത്തുമ്പോഴാണ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഈ NNP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ എന്തില്ല? സബ്സിഡിയോ പരോക്ഷ നികുതിയോ ഒന്നും അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അത് ആ ഉണ്ടാക്കി വരുന്ന ആ സാധനത്തിൻ്റെ ആ ഒരു വില മാത്രമാണ്, ആ ഒരു ഒറിജിനൽ വിലയാണെന്ന് അങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് വിലയിലുള്ള സാധനത്തിൽ നിന്ന് സബ്സിഡി, ഡിസ്കൗണ്ട്, അതുപോലെ നികുതിയൊക്കെ കുറച്ച് കിട്ടുന്നതാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഇക്വേഷൻ നമുക്ക് കിട്ടി. ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഈ 5000 എന്ത് കുറച്ചാൽ മതി? 4000, 2000, 400, 200 കുറച്ചാൽ മതി. അതായത് എത്രയാ? 600 കുറയ്ക്കാം. അപ്പോൾ എന്ത് കിട്ടും? 4400 എന്ന് കിട്ടും. ഇത്രയും ഈസി അല്ലേ? ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പം രൂപ 4400 കോടിയാണ് കേട്ടോ ആൻസർ. 4400 കോടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്ന്. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്ന ഏതാണ്?
ബാങ്ക് നിരക്ക് വേരിയബിൾ റിസർവ് ആവശ്യങ്ങളാണ് CRRഉം SLRഉം. തുറന്ന വിപണി പദ്ധതികൾ ഇതിലേതൊക്കെയാണ് നമ്മുടെ RBI ഉപയോഗിക്കുന്നതെന്ന്. RBI ഇതിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? RBI ഇതിൽ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ശരിയാണെന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ബാങ്ക് നിരക്കുണ്ട്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങളായ CRRഉം SLRഉം ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തുറന്ന വിപണി പദ്ധതികളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ബാങ്ക് നിരക്കെന്ന് പറയുന്നത് നമ്മുടെ RBI നമ്മുടെ വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പൈസയിൽ മേൽ RBIക്ക് കൊടുക്കേണ്ട പലിശയാണ്, അല്ലെങ്കിൽ RBI ചുമത്തുന്ന പലിശയാണ് നമ്മൾ ബാങ്ക് നിരക്കെന്ന് വിളിക്കുന്നത്. ഈ ബാങ്ക് നിരക്ക് ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നമ്മുടെ പണപ്പെരുപ്പ പണച്ചുരുക്ക സമയത്ത് ഇവരെന്താണ് ബാങ്ക് നിരക്കിന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പണപ്പെരുപ്പ സമയത്താണെങ്കിൽ ഇവർ ബാങ്ക് നിരക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്, പണച്ചുരുക്ക സമയത്താണെങ്കിലോ ബാങ്ക് നിരക്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ബാങ്ക് നിരക്കാണെങ്കിലും റിവേഴ്സ് റിപ്പോ ആണെങ്കിലും റിപ്പോ നിരക്കാണെങ്കിലും ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്? പണപ്പെരുപ്പ സമയമാണോ ഇതെല്ലാം കൂട്ടുക, പണച്ചുരുക്ക സമയമാണോ ഇതെല്ലാം കുറയ്ക്കുക. ഏതൊക്കെയാണ്? ബാങ്ക് നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, ഈ മൂന്നെണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടുകയാണ് ചെയ്യുക. നമ്മുടെ പണപ്പെരുപ്പ സമയത്ത് കൂട്ടും, ചുരുക്ക സമയത്ത് ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, CRRൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ അവർക്ക് ഒരു ഡിപ്പോസിറ്റ് തുക ഉണ്ടാകും. ആ ഡിപ്പോസിറ്റ് തുകയുടെ ഒരു നിശ്ചിത ശതമാനം തുക RBIയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം, അല്ലെങ്കിൽ RBI മുഖാന്തരം അവിടെ കൊണ്ട് വെക്കണം RBIയിൽ. അതിനാണ് നമ്മൾ CRR എന്ന് വിളിക്കുന്നത്. ഇനി SLR ആണെങ്കിലോ സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഫുൾ ഫോം സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതും നമ്മുടെ RBI ഒരു നിശ്ചിത ശതമാനം എമൗണ്ട്, RBI അല്ല, നമ്മുടെ വാണിജ്യ ബാങ്ക് നിശ്ചിത ശതമാനം എമൗണ്ട് അവരുടെ തന്നെ ബാങ്കിൽ സൂക്ഷിക്കുന്നതാണ് SLR എന്ന് പറയുന്നത്. ഇപ്പോൾ CRR ആണെങ്കിൽ RBIയിൽ കൊണ്ട് സൂക്ഷിക്കുന്നതും, SLR ആണെങ്കിൽ അവരുടെ ആ നിശ്ചിത ശതമാനം SLR അവരുടെ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഈ CRRഉം SLRഉം എന്ത് തന്നെയാണ്? നമ്മുടെ പണപ്പെരുപ്പ സമയത്ത് കൂട്ടുന്നു, പണച്ചുരുക്ക സമയത്ത് RBI എന്ത് ചെയ്യുന്നത്? കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ CRR കൂട്ടുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ബാങ്കുകൾ കുറേ തുക, ശതമാനം കൂടും, കുറേ തുക എന്ത് ചെയ്യണം? RBIയിൽ കൊണ്ടുവെക്കണം. അപ്പം നമ്മുടെ ആൾക്കാർക്ക് ലോൺ കൊടുക്കാനുള്ള പൈസ കുറയും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, എക്കോണമിയിൽ ഇതിൻ്റെ നമ്മുടെ പൈസയുടെ സർക്കുലേഷൻ കുറയും. മനസ്സിലാവുന്നുണ്ടോ? CRR എന്ന് പറയുമ്പോൾ RBIയിൽ കൊണ്ടുപോയി വെക്കേണ്ട പൈസയാണ്. CRRൻ്റെ റേറ്റ് കൂട്ടാന്ന് പറഞ്ഞത് ഇപ്പം 5% ആയിരുന്നു CRR എങ്കിൽ ഇപ്പം CRR 8% ആണെങ്കിൽ അത്രയും പൈസ നമ്മൾ കൂടുതൽ RBIയിൽ കൊണ്ട് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബാങ്കിൻ്റെ കൈവശമുള്ള പൈസയുടെ എമൗണ്ട് കുറയുന്നു. അങ്ങനെ നമ്മുടെ ബാങ്കുകൾക്ക് ആൾക്കാർക്ക് ലോൺ കൊടുക്കാനുള്ള ആ ഒരു എബിലിറ്റി ഇല്ലാണ്ടാവുന്നു, ആൾക്കാരുടെ കയ്യിൽ പണം എത്താതാവുന്നു. അങ്ങനെ നമ്മുടെ എക്കോണമിയിൽ നമ്മുടെ മണീൻ്റെ സർക്കുലേഷൻ കുറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ഡിഫ്ലേഷൻ ഒക്കെ കുറയ്ക്കുന്നത്. ഇനി ഡിഫ്ലേഷൻ ആണെങ്കിൽ നേരെ തിരിച്ചാണ്, CRRൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കും. SLR ഇത് തന്നെയാണ്, അവരുടെ ബാങ്കിൽ വെക്കേണ്ട ആ ഒരു ശേഖരിച്ച് അല്ലെങ്കിൽ അവർ റിസർവ് ചെയ്ത് വെക്കേണ്ട ആ ഒരു പൈസ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വെളിയിലോട്ട് പോകുന്ന പൈസയുടെ റേറ്റ് കുറയും, അതിൻ്റെ ഒരു സർക്കുലേഷൻ കുറയും. അതുവഴി ഇൻഫ്ലേഷൻ തടയാൻ പറ്റും. ഡിഫ്ലേഷൻ ആണെങ്കിൽ നേരെ തിരിച്ചാണ്, ഇതെല്ലാം കുറയ്ക്കും നമ്മുടെ ബാങ്ക്. ഇനി തുറന്ന വിപണി പദ്ധതികളിൽ തുറന്ന വിപണി പദ്ധതികളിൽ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ വിൽക്കുന്നതും അല്ലെങ്കിൽ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് തുറന്ന വിപണി പദ്ധതികൾ പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ സമയത്താണെങ്കിൽ എന്താ ചെയ്യുക? ഗവൺമെൻറ് സെക്യൂരിറ്റികൾ ഈ RBI വിൽക്കുകയാണ് ചെയ്യുക. ഗവൺമെൻറ്റിന് സെക്യൂരിറ്റി അല്ലെങ്കിൽ ബോണ്ടുകൾ വിൽക്കും. അങ്ങനെ വിൽക്കുമ്പോൾ ഈ ഗവൺമെൻറ് കയ്യിലുള്ള പൈസ RBIക്ക് വന്ന് ചേരും. അപ്പോഴും എന്ത് ചെയ്യുന്നു? എക്കോണമിയിൽ സർക്കുലേഷൻ കുറയുന്നു. ഇനി ഡിഫ്ലേഷൻ സമയത്താണെങ്കിൽ ഗവൺമെൻറ് പൈസ ഇല്ല, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി നമ്മുടെ RBI വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങുമ്പോൾ RBI പൈസ ഗവൺമെൻറ്റിന് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി എക്കോണമിയിലെ പൈസയുടെ സർക്കുലേഷൻ കൂടുന്നു. അങ്ങനെയാണ് ഈ നമ്മുടെ തുറന്ന വിപണി പദ്ധതികളിലൂടെ ഇവർ നമ്മുടെ എക്കോണമീൻ്റെ ആ ഒരു സംഭവം ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനെയൊക്കെ അവർ ഒരു സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം അല്ലെങ്കിൽ കാലക്രമം പട്ടിക ഏതാണെന്ന്. ഇന്ത്യയിലെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ കേട്ടോ. ഓക്കെ, സമഗ്ര വളർച്ച, ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, കാർഷിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഈ ഒരു ലക്ഷ്യങ്ങളൊക്കെ ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ആലോചിച്ചിട്ട് നമുക്ക് ആ ഒരു കാലഗണന ക്രമത്തിൽ അറേഞ്ച് ചെയ്താൽ മതി. സമഗ്ര വളർച്ച എന്ന് പറയുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്?
11 പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ സമഗ്ര വളർച്ച 11. അതുപോലെ ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണമാണെങ്കിലോ മഹലനോബിസ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക വികസനമാണെങ്കിലോ അതാണ് നമ്മുടെ ഹാരോൾഡ് ഡോമർ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഫസ്റ്റ് നമ്മുടെ കെ എൻ രാജ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് കാർഷിക വികസനം. അത് 1ാമത്തെയാണ്. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മുടെ ഗരീബി ഹട്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള 5ാം പഞ്ചവത്സര പദ്ധതി, പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി, അതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇയർ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഫസ്റ്റ് വന്നത് ഇതാണല്ലേ, അപ്പോൾ ഫസ്റ്റ് 3ാമത്തെയാണ് വരുന്നത്. പിന്നെ 2 വരും, പിന്നെ എന്ത് വരും, പിന്നെ 4 വരും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്നാൽ ഞാൻ മറ്റ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ചോദിക്കാം. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പം 3ന്റെ ലക്ഷ്യം എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ്. അപ്പം 4ആണെങ്കിലോ 4 അത് സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വമാണ് കേട്ടോ. സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വമാണ്. 5ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 6ആണെങ്കിലോ കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തമാണ്. നമ്മൾ കാർഷികം പറഞ്ഞു ഫസ്റ്റാണ്, വ്യവസായം പറഞ്ഞു സെക്കൻഡാണ്. ഇനി ഇത് രണ്ടും കൂടെ ലക്ഷ്യമായിട്ടുള്ളതാണ് ഏത്? 6ാം പഞ്ചവത്സര പദ്ധതി. ഇനി നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു നെഹ്റുവിൻ സോഷ്യലിസത്തിന് അന്ത്യം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 6ാം പഞ്ചവത്സര പദ്ധതി. അതോട് ഓർത്ത് വെക്കുക. ഇനി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവൊക്കെയാണ് ഏത്? 7ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടത്. ആധുനികവൽക്കരണം ഉണ്ട്, തൊഴിലവസരങ്ങളുടെ വർധനവുണ്ട്. ഇനി അടുത്തത് മാനവശേഷി വികസനമാണ്. ഇതിൻ്റെ ലക്ഷ്യം 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് മാനവ വികസനം. ഇനി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതവുമാണ് ഇതിൻ്റെ ലക്ഷ്യം. 9ന് ലക്ഷ്യമാണെങ്കിൽ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതമാണ്. ജനകീയ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കലാണ് ഏത്? നമ്മുടെ കേരള മോഡൽ എന്നറിയപ്പെടുന്ന 10ാം പഞ്ചവത്സര പദ്ധതി. 11ന്റെ ലക്ഷ്യമാണ് സമഗ്ര വികസനം, മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള സമഗ്ര വികസനവും. 12ന്റെ ലക്ഷ്യമാണെങ്കിലോ സുസ്ഥിര വികസനവുമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസ് നോക്കുന്നില്ല കേട്ടോ, കാരണം കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്കത് അത്ര വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് നോക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? കോവാക്സിൻ, കോവിഷീൽഡൊക്കെ ഇപ്പോഴും ആവശ്യമായിട്ടുള്ള ടോപ്പിക്കാണ്, കൊറോണയൊക്കെ കേട്ടോ. അതെല്ലാം എക്സാമിന് നോക്കി പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായവ. കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ്. ഇതൊരു ഇൻട്രാനേസൽ മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന വാക്സിനാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്ന് മാത്രമാണ് ശരി കേട്ടോ. അതായത് കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ്. തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിനാണ് കോവാക്സിൻ. അതുപോലെ ഇതൊരു ഇൻട്രാനേസൽ മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന വാക്സിൻ ഒന്നും അല്ല, ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന വാക്സിൻ തന്നെയാണ്. അതുപോലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും അല്ല ഇത് വികസിപ്പിച്ചത്. ഇത് വികസിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഭാരത് ബയോടെക്, ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഭാരത് ബയോടെക് ആണ് വികസിപ്പിച്ചത്. ഇനി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഒരു വാക്സിൻ ഉണ്ട്, പക്ഷേ അത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിൻ അല്ല. നമ്മുടെ ആസ്ട്രാസെനിക്കയുടെ കൂടെ കൊലാബറേറ്റ് ചെയ്തിട്ട് സെറം നിർമ്മിച്ച വാക്സിനാണ്. അതാണ് കോവിഷീൽഡ്. കോവിഷീൽഡിന് നല്ല പ്രാധാന്യമുണ്ട്, കാരണം ഇപ്പോൾ കറണ്ട് അഫെയറിൽ വളരെയധികം ന്യൂസിന് പ്രാധാന്യമുള്ളൊരു സംഭവമാണ് കോവിഷീൽഡ്. ഇതൊരു വെക്റ്റർ വാക്സിനാണ് കേട്ടോ. ഈ കോവിഷീൽഡ് എന്നറിയപ്പെടുന്നത് വെക്റ്റർ വാക്സിനാണ്. നമുക്കറിയാം mRNA വാക്സിൻ, നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച mRNA വാക്സിനാണ് ഇത്. ജെംകോവാക്ക്, ഒമിക്രോണെതിരെ നിർമ്മിച്ച mRNA വാക്സിൻ ചോദിച്ചാൽ അത് ജെംകോവാക്കാണ്. അതുപോലെ വെക്റ്റർ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കോവിഷീൽഡാണ്. വേണേൽ കോവിഷീൽഡ് ഒരു mRNA വാക്സിൻ ആണെന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ തെറ്റാണ് കേട്ടോ. ഒരു വെക്റ്റർ വാക്സിനാണ് കോവിഷീൽഡ്. കോവിഷീൽഡാണ് ആര് നിർമ്മിച്ചത്? നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെ ആസ്ഥാനമായിട്ടുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചത്. ആഗോളതലത്തിൽ ഇതിൻ്റെ നിർമ്മാതാവ് ആസ്ട്രാസെനെക്ക ആണെന്നും കൂടി ആലോചിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പോൾ ന്യൂസിൽ കോവിഷീൽഡ് പ്രാധാന്യമുള്ളത്? കോവിഷീൽഡ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അപൂർവമായിട്ടുള്ളവർക്ക് രക്തജന്യമായ രോഗങ്ങൾ, മറ്റേ ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധം, അങ്ങനെ എന്തൊക്കെയോ രോഗങ്ങൾ വരുന്നുണ്ടെന്നുള്ളൊരു റൂമറല്ല, അങ്ങനെ അപൂർവമായിട്ട് ചിലതൊക്കെ കാണുന്നുണ്ട്. അന്ന് കോവിഷീൽഡ് ആസ്ട്രാസെനെക്ക തന്നെ അവർ തന്നെ സമ്മതിച്ച് അവർ തന്നെ ഇതിൻ്റെ ഒരു സർക്കുലേഷൻ അവർ തന്നെ നിർത്തിവെച്ചിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് കോവിഷീൽഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ച തീയതി എന്നാണെന്ന്.
മഹാമാരിയായിട്ട് WHO പ്രഖ്യാപിച്ച തീയതിയാണ് 2020 മാർച്ച് 11 കേട്ടോ. 2020 മാർച്ച് 11 മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് കേട്ടോ. കൊറോണ വൈറസിനെ ബാധേനെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. ഭാരത ബയോടെക് കമ്പനി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നിവയുമായി സഹകരിച്ചാണ് കോവാക്സിൻ നിർമ്മിച്ചത്. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തിയാണ് മനീഷ് കുമാർ കേട്ടോ. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തി ചോദിച്ചാൽ മനീഷ് കുമാറാണ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു. അതാണ് പ്രശാന്തി കേട്ടോ. പ്രശാന്തി ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാർക്കായിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ പദ്ധതിയാണ് പ്രശാന്തി. ഒക്കെ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. മണിക്കാ ബത്ര താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണിക്കാ ബത്ര ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്ക്വാഷ്, ബില്ലിയാർഡ്, ടേബിൾ ടെന്നീസ്, ക്രിക്കറ്റ്. മണിക്കാ ബത്ര ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ടേബിൾ ടെന്നീസ് ഇത് നമ്മുടെ ഇപ്പോഴത്തെ 2024 CA ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. മണിക്കാ ബത്രയുമായിട്ട് എന്തായിരുന്നു നമ്മുടെ ടേബിൾ ടെന്നീസിൽ ആദ്യ ആഗോള ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ 25 റാങ്കിനുള്ളിലെത്തിയ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ടേബിൾ ടെന്നീസ് താരമാണ് ആര്? മണിക്കാ ബത്ര കേട്ടോ. അതൊരു ഇപ്പോഴത്തെ CA ആണ്. മണിക്കാ ബത്രയുടെ ആദ്യ 25 റാങ്കിനുള്ളിലെത്തിയ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരനാണ് മണിക്കാ ബത്ര കേട്ടോ. അപ്പോൾ മണിക്കാ ബത്ര ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആരാണെന്ന്? അസുര കീഴടക്കിയവരുടെ കഥ ഇതാരുടെ ബുക്കാണ്? ഇത് ആ ടൈമിൽ ചിലപ്പോൾ വന്നിട്ടുള്ള ടൈമിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ബുക്കായിരിക്കും കേട്ടോ. ഇത് എഴുതിയത് ആനന്ദ് നീലകണ്ഠനാണ്. അസുര കീഴടക്കിയവരുടെ കഥ എന്നത് ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ അത് ആനന്ദ് നീലകണ്ഠൻ്റെ പുസ്തകമാണ്. അജയ റോൾ ഓഫ് ദ ഡേയ്സ്, അജയ റൈസ് ഓഫ് കാളി, റൈസ് ഓഫ് ശിവഗാമി എന്നീ കൃതികൾ എഴുതിയതും ആനന്ദ് നീലകണ്ഠനാണ് കേട്ടോ. അപ്പോൾ അസുര കീഴടക്കിയവരുടെ കഥ അത് ആനന്ദ് നീലകണ്ഠൻ്റെയാണ്. അതുപോലെ അജയ വെച്ചിട്ട് അസുര മാറി അജയായില്ല. അജയ റോൾ ഓഫ് ദ ഡേയ്സ്, അജയ റൈസ് ഓഫ് കാളി, റൈസ് ഓഫ് ശിവഗാമി ഇതൊക്കെ ആരെന്ന് വെച്ചാൽ അതും ആനന്ദ നീലകണ്ഠൻ്റെയാണ്. ബാഹുബലി സിനിമയ്ക്ക് ആധാരമായ കൃതിയാണ് റൈസ് ഓഫ് ശിവഗാമി. ബാഹുബലി നമ്മുടെ സിനിമയുണ്ടല്ലോ അതിന് ആധാരമായിട്ടുള്ള കൃതിയാണെന്ന് റൈസ് ഓഫ് ശിവഗാമി കേട്ടോ. അപ്പോൾ അത് എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അത് ആനന്ദ് നീലകണ്ഠനാണ്. ഇനി നമ്മുടെ വൈ ഐ ആം എ ഹിന്ദു, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ, ആൻ എറ ഓഫ് ഡാർക്ക്നെസ് ഇതൊക്കെ ആരുടെയാണ്? വൈ ആം എ ഹിന്ദു, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ, ആൻ എറ ഓഫ് ഡാർക്ക്നെസ് ഇതൊക്കെ ശശി തരൂരിൻ്റെ ആണല്ലേ. ഈ ഇടയ്ക്ക് 2023-24 പുറത്തിറക്കിയ ശശി തരൂരിൻ്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ, അതാണ് വണ്ടേഴ്സ് ഓഫ് വേർഡ്സ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. വണ്ടേഴ്സ് ഓഫ് വേർഡ്സ് ആണോ നോക്കട്ടെ. ഓക്കെ, ആ ബുക്ക് ഞങ്ങൾക്ക് തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ. എന്തോ വണ്ടേഴ്സ് ഓഫ് വേർഡ്സോ അങ്ങനെ എന്തോ ആണ്, വേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ബുക്കാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി വാനിറ്റി ബാഗ്, ദ സ്മോൾ ടൗൺ സീ, അന്തയുടെ അനന്തരാവകാശികൾ ഇതൊക്കെ ആരുടെ കൃതിയെന്ന് ചോദിച്ചാൽ അനീസ് സലീം കേട്ടോ. ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ് ഇതൊക്കെ അനീസ് സലീമിൻ്റെ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആരാണ് വള സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചതെന്ന്? വള സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളയല്ല, വാലയല്ലേ, വാല സമുദായ പരിഷ്കരണി സഭ അതാവാനാണ് ചാൻസ്. അതെ കേട്ടോ, വാല സമുദായ പരിഷ്കരണി സഭയാണ്. അത് ആരംഭിച്ചത് ഈ കൂട്ടത്തിൽ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ് കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പനാണ് വാല സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്. നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി ലഭിച്ച വർഷം എന്നാണെന്ന്? പണ്ഡിറ്റ് കറുപ്പന് നാട്ടുഭാഷ സൂപ്രണ്ട് പദവി ലഭിച്ച വർഷമാണ് 1931 കേട്ടോ. പണ്ഡിറ്റ് കറുപ്പന് നാട്ടുഭാഷ സൂപ്രണ്ട് പദവി ലഭിച്ചത് 1931. ഇനി പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തപ്പെട്ട വർഷം എന്നാണ്? പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തപ്പെട്ട വർഷം എന്നാന്ന് ചോദിച്ചാൽ അത് 2013 2013 ആണെങ്കിൽ 1912-ഉം 13-നും നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ ഒരു സംഘടന, 2 സംഘടനകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 12-നും 13-നും 1900. ഇത് രണ്ടെണ്ണം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് 2013 പണ്ഡിറ്റ് കറുപ്പൻ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി വഹിച്ചത് 1931. ഇനി പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചത് നമ്മുടെ സുഗതകുമാരിക്കാണ് കേട്ടോ. സുഗതകുമാരിക്കാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം രചിച്ചത്. ഇനി പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് കുറച്ച് കൃതികൾ നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ആരെഴുതിയ കൃതിയാണ്? ഗോപിനാഥ് പനങ്ങാട് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ഗോപിനാഥ് പനങ്ങാടാണ്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയത് വിദ്യാനന്ദനാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ള ബുക്ക് എഴുതിയത്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹ്യ രംഗത്തും അത് എഴുതിയതാണെങ്കിൽ തങ്കപ്പൻ പുയ്യപ്പിള്ളിയാണ് കേട്ടോ. തങ്കപ്പൻ പുയ്യപ്പിള്ളിയാണ് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹ്യ രംഗത്തും എന്നത് എഴുതിയത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്ന് ഇത്രേ ഉള്ളൂ. താങ്ക് യു.